പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. ഖത്തറിൽ ഇസ്രായേലിന്റെ ആക്രമണം അത് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ച ഒരു വാർത്തയാണ്. എക്സിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ദോഹയിലാണ് സ്ഫോടനം ഉണ്ടായത്. മധ്യസ്ഥ ചർച്ചയ്ക്കിടെയായിരുന്നു സ്ഫോടനം. ഹമാസിനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. IDF and ISA conducted a precise strike targeting the senior leadership of the Hamas terrorist organization എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. അതായത് ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ഖത്തറിൽ ദോഹയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ഖത്തർ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണമല്ല എന്ന് ഇസ്രായേൽ വിശദീകരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിനുള്ള പകരം വീട്ടൽ എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. മുതിർന്ന ഹമാസ് നേതാക്കളെ വധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. അവരെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. IDF-ഉം ISA-യും ചേർന്നുള്ള ഒരാക്രമണമാണ് ഖത്തറിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ സേന അറിയിച്ചിരിക്കുന്നത്. പലതവണ ഉഗ്രസ്ഫോടനം കേട്ടതായി ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. ഖത്തർ സമയം ഏകദേശം 4 മണിയോടുകൂടിയാണ് ആക്രമണം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ ആക്രമണത്തിൽ ഇപ്പോൾ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പശ്ചിമേഷ്യ ഒരു നേരത്തെ ഇറാനിൽ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പിന്നാലെ വീണ്ടും അത് സംഘർഷഭരിതമായി പോകുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഉഗ്ര സ്ഫോടനങ്ങൾ ഈ ഖത്താറ പ്രവേശിയിൽ ഉണ്ടായിരിക്കുന്നത്. 10ഓളം സ്ഫോടനങ്ങളാണ് അവിടെ ഉണ്ടായത്. സ്ഫോടന പരമ്പര തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ IDF സ്ഥിരീകരിക്കുന്ന അനുസരിച്ച് ഹമാസിനെയാണ് ലക്ഷ്യം വെച്ചത്. ഉഗ്ര ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ചില സമാധാന ചർച്ചകൾ അതായിരുന്നു ദോഹയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, ജനവാസ മേഖലയാണ്. അവിടെയൊക്കെ നിരവധി മലയാളികളൊക്കെ താമസിക്കുന്ന ഒരു മേഖലകൾ കൂടിയാണ്. അവിടെയാണ് ഈ ഒരു യോഗം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഇസ്രായേലിന്റെ അറ്റാക്ക് ഉണ്ടാകുന്നത്. 10ഓളം സ്ഫോടനം ഉണ്ടാവുകയും ചെയ്ത് ഇതിലാണ് ഇപ്പോൾ ഹമാസിന്റെ നേതാവ് ഇത്തരത്തിൽ ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. സ്വാഭാവികമായും നമുക്കറിയാം, നേരത്തെ അവർ മുന്നോട്ട് വെച്ച ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. ഗാസയിൽ കൂട്ടക്കുരുതി ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം, ഒപ്പം തന്നെ പട്ടിണി മൂലം നിരവധി കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഉടനടി വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള നിർദ്ദേശം നേരത്തെ ഇരു രാജ്യങ്ങൾക്കും മധ്യസ്ഥ ചർച്ചയിൽ US തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തായിരുന്നു. അതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഈ ബന്ദി കൈമാറ്റങ്ങൾ, അതായത് ഈ ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ അത് കൈമാറ്റം ചെയ്യുക, അവരെ പൂർണ്ണമായും, അതായത് 20ഓളം പേർ ഇപ്പോഴും ജീവനോടെ ഹമാസിന്റെ പക്കലുണ്ട് എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നേരത്തെ നടത്തുകയും ചെയ്തതാണ്. അവരെയും ഒപ്പം തന്നെ കൊല്ലപ്പെട്ടവരെയും കൈമാറ്റം ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ധാരണ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുല. അത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു സ്ഫോടന പരമ്പര ഉണ്ടാവുകയും ചെയ്ത് അതിൽ ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നിലവിലെ ഈ ദോഹയിലുണ്ടായിരുന്ന അറ്റാക്ക് അത് ഇപ്പോൾ വൈറ്റ് ഹൗസ് അത് മോണിറ്റർ ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി രീതിയിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നുവല്ലോ. അതിനിടെയാണോ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ എക്സ് ട്വീറ്റിൽ അത്തരം കാര്യങ്ങൾ വന്നിട്ടില്ല. ആക്രമണം നടന്നിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റു വിവരങ്ങൾ അതിനകത്ത് പറയുന്നുമില്ലല്ലോ മിഥുൻ. പക്ഷേ നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്ത് ഖത്തർ പ്രവേശിയിലായിരുന്നു നേരത്തെ ഈ ഒരു മധ്യസ്ഥ ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. പ്രത്യേകിച്ചൊരു ജനവാസ മേഖലകൾ തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നത്. ഹമാസിന്റെ നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഖത്തറായിരുന്നു ഇതിന് മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം, നേരിട്ടൊരു ആക്രമണം ഇതുവരെയും ഖത്തറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നേരത്തെ ലെബനനിലും ഒക്കെ സമാനമായ രീതിയിലുള്ള അറ്റാക്ക്, ഇറാനിലും ഒക്കെ സമാനമായ രീതിയിലുള്ള അറ്റാക്ക് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഖത്തറിന് നേരെ ഒരു ആക്രമണം നടത്താനുള്ള സാഹചര്യം അതെന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതിരിക്കുന്നത്. അതിൽ വലിയ ഭവിഷ്യത്തുകൾ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അപലപിച്ചുകൊണ്ട് ഖത്തർ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. ഒപ്പം തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നുള്ളൊരു വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ. മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്ന വിവരങ്ങളിൽ ഒരിടത്തും ഖത്തറിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അത് ഗാസയ്ക്ക് വെളിയിലാണ് എന്നുള്ള കാര്യവും വരുന്നുണ്ട്. എന്തായാലും ഖത്തറിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, അവിടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ സൈന്യം അത് മറച്ചു വെക്കുകയാണല്ലോ അല്ലേ?
അതെ, അങ്ങനെ തന്നെയാണ്. പക്ഷേ ദൃശ്യങ്ങൾ പുറത്ത് വരുന്നുണ്ട്. അവിടെ നിന്ന് ഖത്താറെ പ്രവിശ്യയിലാണ് ഇത്തരത്തിൽ അറ്റാക്ക് നടന്നിരിക്കുന്നത്. 10ഓളം സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ജനങ്ങൾ, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ ജനങ്ങൾ പരിഭ്രാന്തിയോടെ ഓടിപ്പായുന്നത് കാണാം. പലയിടങ്ങളിലും ഇത്തരത്തിൽ സ്ഫോടന പരമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന മേഖലകളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഖലീൽ അൽ-ഹയ്യ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സൗദി മാധ്യമങ്ങളടക്കം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഖലീൽ അൽ-ഹയ്യ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഖത്തറിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ദോഹയിലാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. ഖത്തർ പ്രവിശ്യയിൽ ഈ മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഒരു ആക്രമണം ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട്, അന്നത്തെ ഒക്ടോബർ 7 കൂട്ടക്കൊല, ഹമാസ് നടത്തിയ കൂട്ടക്കൊല ഇസ്രായേലിൽ 2023 അതിനുള്ള ഒരു പകരം വീട്ടൽ എന്ന രീതിയിൽ തന്നെയാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു കൂട്ടക്കൊല നടത്തിയ ഭീകര സംഘടനയെ ഇനി വെച്ചു പുറപ്പിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ തുടർച്ചയായ ആക്രമണങ്ങളുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയല്ലേ വിശേഷിപ്പിക്കുന്നത് IDF-ഉം ISIയും ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു തരത്തിലുമുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ഇനി തയ്യാറല്ല. ഹമാസ് നിരുപാധികം കീഴടങ്ങുന്നവരെ, ആയുധം വെച്ച് കീഴടങ്ങുന്നവരെ തങ്ങൾ ഈ യുദ്ധവുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഒരു തരത്തിലും അവിടെ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന ഒരു കൃത്യമായ വ്യക്തമായ ഒരു മറുപടി നേരത്തെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത്. ഗാസയെ ഈ രക്തച്ചൊരിച്ചിൽ നിന്ന് മുക്തിയാക്കണമെന്ന് ഭാഗമായി ഇത്തരത്തിൽ ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ രംഗത്ത് വരുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പരമാധികാരത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായാണ് ഇപ്പോൾ ഖത്തർ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ദോഹയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്ന രീതിയിലുള്ള സ്ഥിരീകരണം വരുന്നു. മനുഷ്യ അത്തരത്തിൽ 10ഓളം അവിടുത്തെ ദോഹയിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇന്ന് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ സ്ഥിരീകരണം അനുസരിച്ച് അത്തരത്തിലുള്ള ഒന്നുമില്ല. അവിടെ തദ്ദേശീയരെ ലക്ഷ്യമിട്ടിട്ടില്ല. ഹമാസ് നേതാക്കളെ കണ്ടുപിടിച്ചുള്ള ആക്രമണം, പ്രിസൈസ് അറ്റാക്ക് എന്ന് എടുത്തു പറഞ്ഞിട്ടുമുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ ഇറാനിൽ എന്താണ് സംഭവിച്ചത് അതേ സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് ഇവിടെ ഇപ്പോൾ ഖത്തറിലെ ദോഹയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അന്ന് ഹമാസിന്റെ ലീഡറെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി തന്നെ അവർ ആ ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതേ രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ച നടക്കുന്നത് ഖത്തർ പ്രവിശ്യയിലാണെന്ന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആക്രമണം നടത്തുകയും ചെയ്തത്. പക്ഷേ മറ്റ് ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ മറ്റാർക്കെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പരിക്കേറ്റതായിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു വിവരങ്ങൾ ഇനി നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിലവിൽ IDF നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവർ ഹമാസിനെയാണ് ലക്ഷ്യമിട്ടത്. ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചത്. അതാണ് ലക്ഷ്യം കണ്ടതായിരിക്കുന്നുള്ള രീതിയിലുള്ള ഒരു വിവരങ്ങൾ കൂടി അവർ പുറത്തറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം നടന്നിരിക്കുന്നുവെന്ന് ഖത്തറിന്റെ മറുപടി വന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തെ ഖത്തർ അപലപിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നതെന്നും ഖത്തർ ആരോപിക്കുന്നു. അതേസമയം ഖത്തർ ജനതയെ അല്ല ലക്ഷ്യമിട്ടത് എന്നും ഹമാസിനെയാണ് ലക്ഷ്യമിട്ടതെന്നുമാണ് ഇസ്രായേലിന്റെ വിശദീകരണം. ഹമാസ് നേതാക്കളെ തെരഞ്ഞുപിടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നതെന്ന് ഇസ്രായേൽ പറയുകയാണ്. ഇസ്രായേലിന്റെ വാർത്താക്കുറിപ്പിൽ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ വാർത്താക്കുറിപ്പിൽ പക്ഷേ ഒരിടത്തും ഖത്തർ എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഗാസയ്ക്ക് വെളിയിലാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്ന സൂചന ആ ട്വീറ്റിൽ ഉണ്ട് താനും. ഖത്തറിലെ ദോഹയിലാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരിക്കുന്നത്. നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടു, മുതിർന്ന നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 7 കൂട്ടക്കൊല, അതിനെ തുടർന്ന് ഹമാസിനെ ഉന്മൂലനം ചെയ്യുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യവും വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ISIയുമായി ചേർന്നുകൊണ്ടാണ് IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യവും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മിഥുൻ, ഖത്തറിന്റെ മറുപടി ഏത് രീതിയിലാണ്? എന്താണ് ഖത്തർ ഇപ്പോൾ പറയുന്നത് ഔദ്യോഗികമായിട്ട്? ഇസ്രായേലിന്റെ നടപടി ഭീരുത്വമാണ് എന്ന തരത്തിലുള്ള ചില മറുപടിയാണ് ഇപ്പോൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ അവർ ഈ മേഖലയിൽ ആക്രമണം നടത്തിയത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന് തക്കതായിട്ടുള്ള തിരിച്ചടി അത് നൽകുകയും ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ ചില അവകാശവാദങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഇക്കാര്യം US-നെ നേരത്തെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ആക്രമണം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ള ചില അവകാശവാദങ്ങൾ കൂടി ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഹമാസിലെ നേതാക്കളെ, അതായത് നേരത്തെ തന്നെ മുൻകൂട്ടി
നിശ്ചയിച്ച പ്രകാരം തന്നെ ഇത്തരത്തിൽ ഒക്ടോബർ 7 ഉണ്ടായിട്ടുള്ള ആ രക്തച്ചൊരിച്ചിലിന് അതിന് മറുപടി നൽകും. അതിൽ ഏറ്റവും അവസാനത്തെ ഹമാസിന്റെ നേതാവിനെയും കൊലപ്പെടുത്തിയതിനു ശേഷം മാത്രമേ തങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്ന് അവർ ഉറച്ചു പറയുകയും ചെയ്യുന്നു. അത്തരത്തിൽ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്ഫോടനത്തെ നമുക്ക് വിശേഷിപ്പിക്കാനാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അത് പശ്ചിമേഷ്യയെ കൂടുതൽ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഇറാനിൽ നടത്തിയ അതേ രീതിയിലുള്ള സമാനമായ ആക്രമണം ഇപ്പോൾ ഖത്തറിലെ ഉണ്ടായിരിക്കുന്നു, ഖത്തറിലെ ദോഹയിൽ ഉണ്ടായിരിക്കുന്നു. ഖത്തർ പ്രവിശ്യയിലാണ് ഈ ഒരു മധ്യസ്ഥ ചർച്ചകൾ നടക്കുകയും ചെയ്തത്. അത്തരത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ സ്വാഭാവികമായും മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യും. ഖത്തർ ഇനി എന്ത് മറുപടിയാണ് ഇക്കാര്യത്തിൽ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ആക്രമണം ദോഹയിലെ ഖത്താറിൽ വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അതായത് 3 തവണയാണ് ഈ സ്ഫോടനം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നത്. ശക്തമായ സ്ഫോടനമായിരുന്നു, ഉഗ്രസ്ഫോടനമായിരുന്നു ഉണ്ടായത്. വലിയ ശബ്ദം കേട്ട് പ്രദേശവാസികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ അടക്കം മനുഷ്യർ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രദേശവാസികൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പറയുന്നു. ഇപ്പോൾ